രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ചിലതൊക്കെ ചിലർ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നതിൻ്റെ മൂല്യത്തിനപ്പുറത്ത് ചിലയിടത്തൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനാണ്. നമ്മുടെ അഖിൽമാരാരാണ് ഇപ്പോഴത്തെ താരം. അദ്ദേഹം വളരെ പെട്ടെന്ന് 2020 പോയി ചക്ക ചുഴറ്റി പ്ലാവ് പിഴുതു. പിന്നെ അദ്ദേഹം നിശബ്ദനായി. പിന്നെ അദ്ദേഹം 2020 വിട്ടു. ആ വിട്ടതിന് പുള്ളി ഒരുപാട് ന്യായങ്ങളൊക്കെ പറഞ്ഞു. കൊട്ടാരക്കരയോടുള്ള ഇഷ്ടം പറഞ്ഞു. എന്ത് മറിക്കാനാണ് കൊട്ടാരക്കരയിൽ എന്നുള്ള കാര്യം വളരെ രസകരമായ കാര്യമാണ്. ഏതായാലും അദ്ദേഹം വിട്ടതിന് ശേഷം പറഞ്ഞത് ചില തത്വങ്ങളും മൂല്യങ്ങളും കാരണം അദ്ദേഹം വിടുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം പുറത്തു വന്നു. എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കുന്നെങ്കിലും എനിക്ക് ഈ ശബ്ദരേഖ കേട്ടപ്പോൾ അഖിൽമാരോടൊപ്പം നിൽക്കാനാണ് തോന്നിയത്. കാരണം തികച്ചും അവസരവാദപരമായി മാത്രം തീരുമാനിക്കുന്ന സാബുവിനൊപ്പം നിൽക്കുമ്പോൾ ഇങ്ങനെ ചില സംഗതികൾ കൂടി ഉറപ്പാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്? ദേ കേട്ടോളൂ. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേറ്റ്, കാരണം നമ്മൾ ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പൊ എന്റെ ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിന്റെ റെസ്പെക്റ്റും അതിന്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. ഇതിൽ നമുക്കതില്ല. പിന്നെ രണ്ട്, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിന്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എടുത്ത തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. സംഗതി കേട്ടല്ലോ. സാധാരണ സോഷ്യോ പൊളിറ്റിക്കൽ റീഹാബിലിറ്റേഷൻ വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് അഖിൽമാരാർ എക്കണോമിക് റീഹാബിലിറ്റേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക പുനരധിവാസം കൂടി വേണം. കാരണം സാമ്പത്തികമില്ലാതെ, ഇന്ധനമില്ലാതെ മുന്നോട്ട് സഞ്ചരിക്കാനാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാബുണ്ണനോട് ഒരു സാമ്പത്തിക പുനരധിവാസ പാക്കേജ് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ റീഹാബിലിറ്റേഷൻ പാക്കേജിൻ്റെ ഭാഗമായാണ് സെൻട്രൽ എന്തെങ്കിലും ബോർഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥാപനങ്ങളോ അദ്ദേഹത്തിന് ഉതകും വിധമുള്ളത് ചോദിക്കണമെന്നും ആ ചോദിക്കുന്ന അല്ലെങ്കിൽ അതിലാവശ്യപ്പെടുന്ന കാര്യങ്ങളനുസരിച്ച് തൻ്റെ ഭാവിയെ രൂപപ്പെടുത്തണമെന്നും ഒക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം ആവശ്യപ്പെടുന്നതും. പക്ഷേ ഒരു കാര്യം അദ്ദേഹത്തോടൊപ്പം യോജിക്കാതിരിക്കാൻ വയ്യ. സംഗതി വേറൊന്നുമല്ല. ഇപ്പോൾ സാബു സാറിൻ്റെ 2020 ചേർന്നതുകൊണ്ട് എന്താ കാര്യം? അതിനേക്കാൾ നല്ലത് കൊട്ടാരക്കരയിലെ മാലതി എന്ന് പറയുന്ന ക്ലബ്ബിൽ ചേരുന്നതല്ലേ. മാലതി ക്ലബിൻ്റെ പ്രസിഡൻ്റായി അതിലേക്കൂടെയൊക്കെ അനൗൺസ് ചെയ്തുണ്ടെങ്കിലും പോകും. എന്ന് പറഞ്ഞാൽ ക്ലബിൻ്റെ പ്രസിഡൻ്റായി ഇന്നാർ രാവിലെ പതാക ഉയർത്തുന്നു, ഓണാഘോഷ പരിപാടികൾ രാവിലെ 10:30 ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടെങ്കിലും പോകും. സാബുവിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാബുവിൻ്റെ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് എന്ത് തേങ്ങ കിട്ടാൻ? ഒന്നും കിട്ടാനില്ല. ബാക്കി രണ്ട് പാർട്ടിയിലും ചേർന്നാൽ രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പറയുകയെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഒന്നുമില്ലാത്ത ഒരു ക്ലബ്ബ് മാത്രമായ എന്തൊക്കെയോ ആദർശങ്ങളും അഴിമതി വിരുദ്ധ നിലപാടുമൊക്കെ പറഞ്ഞ് അവസാനം വെറും പൊട്ടായി മാത്രം മാറിപ്പോയ സാബുവിനോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ നല്ലത് വിടുന്നതാണ് എന്ന് തോന്നിയതുകൊണ്ടാവണം അഖിൽമാരാർജി വിട്ടത്. അതിന് മുന്നോടിയായി ഉള്ള ശബ്ദരേഖയാണ് ഈ പുറത്തു വിട്ടിരിക്കുന്നത്. നേരത്തെ അഖിൽമാരാറും ഇതുപോലത്തെ ശബ്ദരേഖ പുറത്തു വിട്ടിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ പാർട്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേർന്ന് ആളുകളുടെ മുന്നിൽ അഭിനയിച്ച് ആടി തിമിർക്കുമ്പോഴും രണ്ടുപേരും റെക്കോർഡ് ചെയ്യുക. അത്ര ആത്മാർത്ഥതയേ ഉള്ളൂ ആ ചേർച്ചയ്ക്ക്. കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാണ്?